ചാമ്പ്യൻസ് ലീഗിൽ കുറച്ചു സീസണുകളായിട്ട് റിയൽ മാഡ്രിഡും മാൻ സിറ്റിയും തമ്മിലുള്ള മത്സരങ്ങൾ കണ്ടിന്യൂസായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരങ്ങളിലെല്ലാം ആ ഒരു പുതുമയും ഫ്രഷ്നെസ്സും ഒക്കെ നമുക്ക് കാണാൻ കഴിയാറുമുണ്ട്. ഇന്നലത്തെ മത്സരത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. വാട്ട് എ പെർഫോമൻസ് ബൈ റിയൽ മാഡ്രിഡ്. ബിഗ് മാച്ചുകളിൽ മാഡ്രിഡിൻ്റെ പ്രകടനം അസാധ്യമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യല്ലോ. മാഡ്രിഡിൻ്റെ സ്ക്വാഡിലേക്ക് നോക്കുമ്പോൾ പരിക്കിനാൽ എംബാപ്പയും ബെല്ലിംഗ്ഹാമും റോഡ്രിഗോയും അടക്കം അനവധി പ്ലേയേഴ്സിനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനി ലാലിഗയിലാണെങ്കിലും അത്ര നല്ല രീതിയിലൊന്നുമല്ല കാര്യങ്ങളുടെ കിടപ്പ്. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന റിയൽ മാഡ്രിഡാണ് ഇന്നലെ പെപ്പിൻ്റെ സിറ്റിക്കെതിരെ പടവെട്ടിനിറങ്ങിയത്. എന്നാൽ മത്സരത്തിൻ്റെ ഒരു നിമിഷത്തിൽ പോലും നേരിടുന്ന പ്രതിസന്ധികളെ കളിയിൽ കണ്ടിരുന്നില്ല എന്നതാണ്. 20-ാം മിനിറ്റിൽ തിബോർ കോർട്ടുവയുടെ ഒരു ലോങ് ബോളിൽ നിന്നുമാണ് ആദ്യ ഗോളിൻ്റെ വരവ്. ശരിക്കും അതൊരു ക്വാളിറ്റി പ്ലെയർ ആയതുകൊണ്ട് മാത്രമാണ് ആ ചാൻസിനെ ഗോളാക്കി മാറ്റാൻ വാൽവർദക്ക് സാധിച്ചത്. ഫസ്റ്റ് ടച്ചിലൂടെ തന്നെ ഒറ്റ ടച്ചിലൂടെ തന്നെ ഡിഫൻഡറെ ബീറ്റ് ചെയ്ത് പിന്നീട് എടുത്തൊരു ആക്സലറേഷൻ ഡൊണറുമ എത്തും മുമ്പേ ആ പന്തിലേക്കെത്തി അയാളെ നിസ്സാരമായി മറികടന്ന് ആളൊഴിഞ്ഞ പോസ്റ്റിലേക്ക് ഒരു കൂൾ ഫിനിഷ് ചെയ്യാൻ വാൽവർദക്കല്ലാതെ മറ്റാർക്കാണ് ഇത്രയും പെർഫെക്ഷനോടെ ചെയ്യാൻ സാധിക്കുക? രണ്ടാം ഗോള് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കളി നടക്കുന്നത് ലെഫ്റ്റ് വിങ്ങിലാണ്. വിനീഷ്യസിൻ്റെ പാസ് സ്വീകരിക്കുന്ന വാൽവർദയും ലെഫ്റ്റ് വിങ്ങിലാണ്. അത് സ്കോർ ചെയ്യുന്നതും ലെഫ്റ്റ് വിങ്ങിൽ തന്നെ. പക്ഷേ മത്സരത്തിൽ അയാളുടെ പൊസിഷൻ റൈറ്റ് വിങ്ങർ ആയിട്ടായിരുന്നു. മൈതാനത്തിൻ്റെ ഉടനീളം ഓടിക്കളിക്കുന്ന ഒരു ബോക്സ് ടു ബോക്സ് പ്രകടനം. ഡോക്കു എന്ന ഡേഞ്ചർ മാനെ ഡിഫെൻഡ് ചെയ്യാൻ എത്തുന്നതും അയാൾ. ലെഫ്റ്റ് വിങ്ങിൽ നിന്നും ഗോൾ സ്കോർ ചെയ്തതും അയാൾ തന്നെ. മൂന്നാം ഗോളും സെക്കൻഡ് ഹാഫിന് മുമ്പ് തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നു. അതിലും വാൽവർദെ സ്പെഷ്യൽ ടച്ച്. നേടിയ 3 ഗോളിലും തൻ്റെ ഐഡന്റിറ്റി പുലർത്തിയ ഗംഭീര ഗോളുകൾ. നിസ്സംശയം ക്യാപ്റ്റൻ എന്ന് വിളിക്കാൻ യോഗ്യനായ ബാഡ്ജിന് വേണ്ടി കളിക്കുന്ന പാഷനേറ്റായ ഒരേയൊരു വാൽവർദെ. ചാമ്പ്യൻസ് ലീഗ് കരിയറിലെ തൻ്റെ ആദ്യ ഹാട്രിക്ക് സ്വന്തമാക്കി മാൻ സിറ്റി എന്ന വലിയ ടീമിനെതിരെ വിജയം നേടിക്കൊടുത്ത വാൽവർദെ. ബെർണാബുവും ചാമ്പ്യൻസ് ലീഗ് മത്സരവും അതൊരു പ്രത്യേക വികാരം തന്നെയാണ്. ഡൊണ്ണാറുമ എന്ന ബിഗ് മാൻ 3 തവണ അയാൾക്ക് മുമ്പിൽ മുട്ടുമടക്കി. മറുഭാഗത്ത് സിറ്റിയുടെ അറ്റാക്കുകൾക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ലെങ്കിലും നടക്കുന്നത് ചാമ്പ്യൻസ് ലീഗ് ആയതുകൊണ്ട് തന്നെ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാൻ പെപ്പിനായിട്ടില്ല. സ്കോർ 4-ലേക്ക് ഉയർത്താൻ പെനാൽറ്റിയിലൂടെ ലഭിച്ച അവസരം ഡൊണ്ണാറുമ രക്ഷപ്പെടുത്തുകയുണ്ടായി. രണ്ടാം പാദം പെപ്പിനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടേറിയതായിരിക്കും. റയലിനെതിരെ 4 ഗോളുകളടിച്ച് കംബാക്ക് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ കടന്ന കൈയാകുമത്. പക്ഷേ പെപ്പിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നല്ലൊരു ഫൈറ്റിംഗ് ഗെയിം തന്നെ മാൻ സിറ്റിയും രണ്ടാം പാദത്തിലും നൽകുമെന്നുറപ്പാണ്.